ആത്മനമസ്കാരം. ദേവി മാഹാത്മ്യം പ്രഥമചരിതം നമ്മൾ പഠനം തുടരുകയാണ്. നമുക്കറിയാം, ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിനെ യോഗനിദ്രയിൽ നിന്നും ഉണർത്താനായിട്ട് ഭഗവാന്റെ കണ്ണിലെ യോഗനിദ്രാരൂപത്തിലിരിക്കുന്ന ആ ദേവിയെ സ്തുതിച്ചുകൊണ്ട് ഭഗവാനെ ഉണർത്താൻ വേണ്ടി ആ ദേവിയെ സ്തുതിക്കുന്ന രാത്രി സൂക്തമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. യത് ച കിഞ്ചിത് ക്വചിത് വസ്തു സത് അസത് അഖിലാത്മികേ തസ്യ സർവസ്യ യാ ശക്തിഃ സാ ത്വം കിം സ്തൂയസേ മയാ. ഇവിടെ ബ്രഹ്മദേവൻ പറയുകയാണ്, ആ ദേവിയെ സ്തുതിച്ചുകൊണ്ട്, അഖിലാത്മികേ, എല്ലാത്തിൻ്റെയും ആത്മാവായിരിക്കുന്ന അല്ലയോ അമ്മേ, ക്വചിത് സത് അസത്, അതായത് ക്വചിത് ഈ ലോകത്ത് എല്ലായിടത്തുമുള്ള സത് അസത്, സത്ത് രൂപത്തിലും അസത്ത് രൂപത്തിലുമായിട്ടുള്ള യത് ച കിഞ്ചിത് വസ്തു, എല്ലാ വസ്തുക്കളുടെ ഉള്ളിലും, തസ്യ സർവസ്യ എല്ലാത്തിൻ്റെ ഉള്ളിലും, യാ ശക്തി, ഏതൊരു ശക്തിയുണ്ടോ, അതിനെ ചലിപ്പിക്കുന്ന ഏതൊരു ശക്തിയുണ്ടോ ആ ശക്തി, സഹാത്വം, ആ ശക്തി അവിടുന്ന് തന്നെയാണ് അമ്മേ. അപ്പോൾ ഈ ലോകത്ത് കാണുന്ന സത്തും അസത്തുമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും ചലിപ്പിക്കുന്ന ഒരേ ഒരു ശക്തി അവിടെ നിന്നാണ് അമ്മേ. അപ്പോൾ കിം സ്തൂയസേ മയ, ഞാൻ എങ്ങനെയാണ് ആ അമ്മയെ സ്തുതിക്കുക എന്ന് ബ്രഹ്മാവ് പറയാണ്. ഈ ബ്രഹ്മാവിന്റെ രൂപം ധരിച്ച് സൃഷ്ടികർമ്മം നടത്തുന്നതും അവിടുന്ന് തന്നെയാണ്. ഞാൻ ഈ അവിടുത്തെ സ്തുതിക്കാനുള്ള ഈ ശബ്ദരൂപത്തിൽ ഈ ഒരു കർമ്മത്തെ നിർവഹിക്കുന്നതും അവിടുന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ എങ്ങനെ അമ്മയെ സ്തുതിക്കും? ഞാൻ സ്തുതിക്കുന്നു എന്ന് എങ്ങനെ പറയും? കാരണം സകല കർമ്മങ്ങൾക്കുമുള്ള ശക്തി അവിടെ നിന്നാണ്. അപ്പോൾ ഈ സ്തുതിക്കുക എന്ന കർമ്മം പോലും അവിടെ നിന്നാണ് നിർവഹിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ അമ്മയെ സ്തുതിക്കും എന്ന് വെച്ചാൽ, ഞാൻ സ്തുതിക്കുന്നു എന്ന് എങ്ങനെ പറയും? ഞാനല്ല ഈ കർമ്മം ചെയ്യുന്നത്, അമ്മയാണ് ആ കർമ്മത്തെ, സ്തുതിക്കുക എന്ന കർമ്മത്തെ നിർവഹിക്കുന്നത്. അപ്പോ ഇവിടെ ഞാൻ എങ്ങനെ അമ്മയെ സ്തുതിക്കും എന്ന് ബ്രഹ്മദേവൻ ചോദിക്കുകയാണ്. കാരണം സർവചരാചരങ്ങളെയും ചലിപ്പിക്കുന്ന ശക്തി അവിടുന്നാണല്ലോ എന്ന്. യയാ ത്വയാ ജഗത് സൃഷ്ട ജഗത് പാദ അത്തി യഹ ജഗത് സഹ അഭി നിദ്രാവശം നീതഃ കഹ ത്വാം സ്തോതും ഇഹ ഈശ്വരഃ. ജഗത് സൃഷ്ട, ഈ ജഗത്തിന്റെ സൃഷ്ടി, ജഗത് പാത, ഈ ജഗത്തിന്റെ പരിപാലനം, സ്ഥിതി. ഇനി യഹ ജഗത് അത്തി, യഹ ആരാണോ ഈ ജഗത്തിന്റെ അത്തി എന്ന് വെച്ചാൽ സംഹാരകനുമായിരിക്കുന്ന ആ സാക്ഷാൽ പരമാത്മാവ് തന്നെ മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ വന്നിട്ട്, സഹ അഭി, ആ മഹാവിഷ്ണുവിനെ പോലും, യയാ ത്വയാ, ഏതൊരു ദേവിയുടെ ശക്തിയാണോ നിദ്രാവശം നീതഃ, യോഗനിദ്രയിൽ ആഴ്ത്തിയിരിക്കുന്നത്, അങ്ങനെയുള്ള ത്വാം, ആ ദേവിയെ സ്തോതും, സ്തുതിക്കുവാൻ, ഇഹ, ഈ ലോകത്തിൽ, കഹ ഈശ്വരഃ, ആർക്കാണ് ശക്തിയുള്ളത് എന്ന് ചോദിക്കുകയാണ് ബ്രഹ്മാവ്. ഈ ജഗത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാര കർമ്മങ്ങൾ നിർവഹിക്കാനായി ഭഗവാൻ, ആ പരമാത്മാവ് തന്നെ മഹാവിഷ്ണുവിന്റെ രൂപം ധരിച്ചു വന്നിരിക്കുന്നു. ആ മഹാവിഷ്ണുവിനെ പോലും യോഗനിദ്രയിൽ ആഴ്ത്തിയവളാണ് ആ ദേവി, ആ പ്രകൃതി എന്ന ശക്തി. അങ്ങനെയുള്ള ആ ദേവിയെ സ്തുതിക്കുവാൻ ഈ ലോകത്ത് ആർക്കാണ് അതിനുള്ള ശക്തിയുള്ളത് എന്ന്. വിഷ്ണുഹു ശരീരഗ്രഹണം അഹം ഈശാന ഏവ ച കാരിദാഹ തേ യദഹ അദഹ ത്വാം കഹ സ്തോതും ശക്തിമാൻ ഭവേത്. വിഷ്ണുഹു, അതായത് മഹാവിഷ്ണുവും, അഹം, ഈ ഞാനും, ബ്രഹ്മാവാണല്ലോ പറയുന്നത്, അപ്പൊ ബ്രഹ്മാവിനും, ഈശാനഹ, അതായത് മഹാദേവനും, ഏവച, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എല്ലാവർക്കും ശരീരഗ്രഹണം കാരിദാഹ തേ, ദേവി അവിടുത്തെ ശക്തിയാലാണ് ശരീരഗ്രഹണം ചെയ്യപ്പെട്ടു എന്ന് തോന്നുന്നത്. അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും ഞങ്ങൾ ഈ ശരീരമാണ് എന്ന് തോന്നിപ്പിക്കുന്നത് അവിടുത്തെ മായാവൈഭവത്തിൽ പെട്ടുപോകുന്നത് കൊണ്ടാണ് ഞാൻ ശരീരം സ്വീകരിച്ചു എന്ന് തോന്നുന്നത്.
യതഹ അധഹ ആയതിനാൽ ത്വാം അവിടത്തെ സ്തുതിക്കുവാൻ കഹ ശക്തിമാൻ ഭവേത് ആർക്കാണ് ഇവിടെ ശക്തിയുള്ളത് എന്ന്. അപ്പോൾ ഈ ഞാനും വിഷ്ണുവിനും മഹാദേവന് പോലും ഞങ്ങൾക്ക് ശരീരമുണ്ട് എന്ന് തോന്നിക്കുന്നത് അവിടുത്തെ മായാവൈഭവത്താലാണ്. അപ്പോൾ ആ മായയിൽ പെടുന്നത് കൊണ്ടാണ് ഈ ശരീരമാണ് ഞങ്ങൾ എന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള എനിക്ക് ഈ ലോകത്ത് ആർക്കാണ് അവിടുത്തെ സ്തുതിക്കാൻ കഴിയുന്നത്? അതായത് ഈ സ്തുതിക്കുന്ന നാവായിരിക്കുന്നതും ബ്രഹ്മാവായിരിക്കുന്നതും ആ നാവിനെ ചലിപ്പിക്കുന്ന ശക്തിയായിരിക്കുന്നതും ഒക്കെ അവിടുന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ സ്തുതിക്കുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും? കർമ്മമെല്ലാം അവിടെ നിന്നാണല്ലോ ചെയ്യുന്നത് എന്നാണ് ഇവിടെ ബ്രഹ്മാവ് പറയുന്നത്. സാ ത്വം ഇത്തം പ്രഭാവൈഹി സ്വൈഹി ഉദാരൈഹി ദേവി സംസ്തുത മോഹയാ ഏതൗ ദുരാധർഷൗ അസുരൗ മധുകൈഡഭൗ. ദേവി, അല്ലയോ ദേവി, സാ ത്വം ഇത്തം പ്രഭാവൈഹി സ്വൈഹി ഉദാരൈഹി. ഇത്തം ഇപ്രകാരമുള്ള അവിടത്തെ, സ്വൈഹി എന്ന് വെച്ചാൽ തൻ്റെ, ഉദാരൈഹി പ്രഭാവൈഹി ഉത്കൃഷ്ടമായ പ്രഭാവത്താൽ മഹാത്മ്യങ്ങളാൽ, സംസ്തുത സ്തുതിക്കപ്പെട്ടവളായ സാത്വം അല്ലയോ ദേവി അവിടുന്ന്, ഏതോ ഈ രണ്ട് ദുരാദർശവും ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത അമർഷണീയരായ അസുരവും മധുകൈഡഭവും മധു എന്നും കൈഡഭൻ എന്നും പേരുള്ള ആ അസുരന്മാരെയും മോഹിപ്പിച്ചാലും എന്ന്. അപ്പോൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ പോലും മായയാൽ മോഹിപ്പിച്ച് ശരീരം സ്വീകരിച്ചു എന്ന് തോന്നിപ്പിച്ച അമ്മേ, ഇപ്രകാരമുള്ള ഉത്കൃഷ്ടമായ മഹാത്മ്യങ്ങളാൽ സ്തുതിക്കപ്പെട്ട അല്ലയോ ദേവി അവിടുന്ന് മറ്റാർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത മധു എന്നും കൈഡഭൻ എന്നും പേരുള്ള ആ രണ്ട് അസുരന്മാരെയും മോഹിപ്പിച്ചാലും അവരും അവിടുത്തെ മോഹവലയത്തിൽ പെട്ടുപോയാൽ മാത്രമേ അവരെ പരാജയപ്പെടുത്താനായിട്ട്, തോൽപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അവരെ കൂടി അവിടുന്ന് മോഹിപ്പിച്ചാലും മായയിൽ പെടുത്തിക്കളഞ്ഞാലും എന്ന് ബ്രഹ്മദേവൻ പ്രാർത്ഥിക്കുകയാണ്. പ്രബോധം ച ജഗത് സ്വാമി നീയതാം അച്യുതഃ ലഘു ബോധം ച ക്രിയതാം അസ്യ ഹന്തും ഏതൗ മഹാസുരൗ. ജഗത് സ്വാമി, ഈ ജഗത്തിന്റെ സ്വാമിയായ അച്യുതഃ മഹാവിഷ്ണുവിനെ, ലഘു വളരെ വേഗത്തിൽ, പ്രബോധം ച നീയതാം ദേവി അവിടുന്ന് ഉണർത്തുകയും, അതിനുശേഷം ഏതൗ മഹാസുരൗ ഈ രണ്ട് അസുരന്മാരെയും, ഹന്തും കൊല്ലുവാനുള്ള, ബോധം ച ക്രിയതാം അസ്യ ആ മഹാവിഷ്ണുവിൻ്റെ തിരുവുള്ളത്തിൽ, അതായത് മനസ്സിൽ, ബോധം ച ക്രിയതാം ആ ഒരു സങ്കല്പത്തെ അവിടുന്ന് ഉണ്ടാക്കുകയും ചെയ്താലും എന്ന് ബ്രഹ്മദേവന്റെ പ്രാർത്ഥനയാണ്. അപ്പം യോഗനിദ്രയിൽ ആണ്ടിരിക്കുന്ന ജഗത്തിന്റെ സ്വാമിയായ മഹാവിഷ്ണുവിനെ അല്ലയോ അമ്മേ അവിടുന്ന് വേഗം ഉണർത്തിയാലും, ഇനി ഉണർത്തുക മാത്രമല്ല അതിനുശേഷം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ രണ്ട് അസുരന്മാരെയും കൊല്ലുവാനുള്ള ആ ഒരു തീരുമാനം, ആ ഒരു സങ്കല്പത്തെ ഉണ്ടാക്കുകയും ചെയ്താലും എന്ന് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുകയാണ്. ഇതോടുകൂടി ഇവിടെ രാത്രി സൂക്തം അവസാനിക്കുകയാണ്. അപ്പൊ രാത്രി സൂക്തത്തിൽ നമ്മൾ കണ്ടത്, ഇവിടെ ഒരു ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പതറി നിൽക്കുന്ന സമയത്ത് നമ്മളെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ എനിക്ക് എൻ്റെ കഴിവ് എന്ന എല്ലാ അഹവും അവസാനിപ്പിച്ച് ആ സകല ചലനങ്ങൾക്കും ശക്തിയായിരിക്കുന്ന അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല എന്ന് ബ്രഹ്മദേവൻ നമുക്ക് കാണിച്ചു തരുന്ന സ്തുതിയാണ് രാത്രി സൂക്തം എന്ന് പറയുന്നത്. ഇവിടെ അവസാന ശ്ലോകത്തിൽ പോലും മഹാവിഷ്ണുവിനെ ഉണർത്തുന്നതും ആ യോഗനിദ്രയിൽ നിന്ന് ഉണർത്തിയാലും, അപ്പോൾ ഉണർത്തുന്നതും ദേവിയാണ്. ഇനി ഉണർന്നെഴുന്നേറ്റ് നിൽക്കുന്ന മഹാവിഷ്ണുവിന്റെ ഉള്ളിൽ, മനസ്സിൽ ആ അസുരന്മാരെ വധിക്കാനുള്ള ചിന്തയെ, ആ തോന്നലിനെ, ആ സങ്കല്പത്തെ ഉണ്ടാക്കുന്നതും ആ ദേവിയാണ്. ബുദ്ധിയെ കൊണ്ട് ആ തീരുമാനത്തെ എടുപ്പിക്കുന്നതും ദേവിയാണ് എന്ന് വെച്ചാൽ
ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ചലിപ്പിക്കുന്ന ശക്തിയായിരിക്കുന്നത് ഒരേ ഒരു പ്രകൃതി തന്നെ എന്ന് ഇവിടെ എടുത്തു കാണിക്കുകയാണ്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയായിരിക്കുന്ന ഒരേ ഒരു ശക്തി സ്വരൂപിണിയായ അമ്മ തന്നെ. അപ്പൊ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിക്കുകയാണ്. ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാൻ പറ്റാതെ പതറി നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കുമുള്ളൊരു വഴികാട്ടിയാണ് ഇത്. എല്ലാ അഹവും അവസാനിപ്പിച്ച് ആ സകല ചലനങ്ങൾക്കും കാരണമാക്കുന്ന ആ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ ശരണം പ്രാപിക്കുക. ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ചലിപ്പിക്കുന്നത് ഒരേ ഒരു ശക്തി തന്നെയാണ്. ഇവിടെ ഞാനല്ല തീരുമാനിക്കുന്നത്, ഞാനല്ല ചിന്തിക്കുന്നത്, ഞാനല്ല പ്രവർത്തിക്കുന്നത് എന്ന് തിരിച്ചറിവ്, ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് രാത്രി സുപ്തത്തിലൂടെ കിട്ടുന്നത്. ഇനി ബ്രഹ്മദേവന്റെ ഈ സ്തുതി കേട്ടിട്ട് അവിടെ എന്താണ് സംഭവിച്ചത് എന്നാണ് ഇനി പറയുന്നത്. ഋഷിരുവാച, അതായത് സുമേധസ് മഹർഷി പറയാണ്, ഏവം സ്തുത തഥാ ദേവി താമസി തത്ര വേധസ വിഷ്ണോഃ പ്രബോധനാർത്ഥായ നിഹന്തും മധു കൈഡഭൗ നേത്ര അസ്യ നാസിക ബാഹു ഹൃദയേഭ്യഃ തഥാ ഉരസഃ നിർഗമ്യ ദർശനേ തസ്തൗ ബ്രഹ്മണഃ അവ്യക്ത ജന്മനഃ. അതായത് ഇവിടെ പറയാണ്, വിഷ്ണോഹോ പ്രബോധനാർത്ഥായ, വിഷ്ണുവിനെ ഉണർത്തുവാനും, നിഹന്തും മധുകൈഡഭോ, മധുകൈഡഭന്മാരെന്ന അസുരന്മാരെ കൊല്ലുവാനും വേണ്ടി, തഥാ അപ്പോൾ, തത്ര അവിടെ വെച്ച്, വേദസ ബ്രഹ്മാവിനാൽ, ഏവം സ്തുത ഇപ്രകാരം സ്തുതിക്കപ്പെട്ട ദേവി താമസി, തമോ ഗുണസ്വരൂപിണിയായ ദേവി, അതായത് നിദ്രയെ ഉണ്ടാക്കുന്നത് ദേവിയുടെ താമസഭാവമാണ്. അപ്പൊ തമോ ഗുണ സ്വരൂപിണിയായിട്ടാണ് ഇപ്പോ മഹാവിഷ്ണുവിൽ ദേവി നിദ്രാരൂപത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ തമോ ഗുണ സ്വരൂപിണിയായ ദേവി അതേ മഹാവിഷ്ണുവിൻ്റെ നേത്ര അസ്യ നാസിക ബാഹു ഹൃദയേഭ്യഃ, അതായത് കണ്ണ്, മുഖം, മൂക്ക്, കയ്യ്, ഹൃദയം, തഥാ ഉരസഹ, അതുപോലെ നെഞ്ചിൽ, മാറിടത്തിൽ നിന്നും, നിർഗമ്യ എന്നിവയിൽ നിന്നും പുറത്തേക്ക് വന്ന്, അവ്യക്ത ജന്മനഃ ബ്രഹ്മണഃ, അവ്യക്തമായ ജന്മം, അതായത് ജനിച്ചത് എങ്ങനെയെന്ന് വ്യക്തമായി പറയാൻ കഴിയാത്തത് എന്ന് വെച്ചാൽ സ്വയംഭൂവായിട്ടുള്ള ആ ബ്രഹ്മാവിൻ്റെ ദർശനേ തസ്തൗ, മുന്നിൽ വന്ന് നിന്നു എന്ന്, ബ്രഹ്മദേവന് കാണാനായിട്ടുള്ള രൂപത്തിൽ കാളീഭാവത്തിൽ ബ്രഹ്മദേവന്റെ മുന്നിൽ വന്ന് നിന്നു എന്നാണ് പറയുന്നത്. ഇപ്രകാരം ബ്രഹ്മാവ് സ്തുതിക്കുന്നത് കേട്ട് മഹാവിഷ്ണുവിനെ ഉണർത്താനും മധുകൈഡഭന്മാരെ വധിക്കുവാനും വേണ്ടി ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ട് തമോ ഗുണസ്വരൂപിണിയായ ആ ദേവി മഹാവിഷ്ണുവിൻ്റെ കണ്ണ്, മുഖം, മൂക്ക്, കൈ, ഹൃദയം, മാറിടം എന്നിവയിൽ നിന്നും എഴുന്നേറ്റ് വന്ന ബ്രഹ്മാവിൻ്റെ മുന്നിൽ അങ്ങനെ നിന്നു. ഉത്തസ്തൗ ച ജഗന്നാഥഃ തയാ മുക്തഃ ജനാർദ്ദനഃ ഏകാർണവേ അഹിശയനാത് തതഃ സ ദദൃശേ ച തൗ മധുകൈഡഭൗ ദുരാത്മനൗ അതിവീര്യപരാക്രമൗ ക്രോധരക്തേക്ഷണൗ ഹന്തും ബ്രഹ്മാണം ജനിത ഉദ്യമൗ. ഇവിടെയും പറയുകയാണ്, തയാ മുക്തഃ, ആ ദേവിയിൽ നിന്നും മുക്തനായ ജഗന്നാഥ ജനാർദ്ദനഃ, ജഗത്തിന്റെ നാഥനായ മഹാവിഷ്ണു, ഏകാർണവേ ഏകമായ ആ സമുദ്രത്തിൽ, ഏകസമുദ്രത്തിൽ, അഹിശയനാത്ത് അനന്തശയനത്തിൽ നിന്നും, ഉത്തസ്തൗ എഴുന്നേൽക്കുകയും, അതിനുശേഷം തതഃ സഹ അതിനുശേഷം ആ മഹാവിഷ്ണു, അതിവീര്യപരാക്രമോ വളരെ പരാക്രമശാലികളും, ദുരാത്മനോ ദുരാത്മാക്കളും, ക്രോധ രക്തേക്ഷണൗ കോപം കൊണ്ട് ചുവന്ന കണ്ണുകളോട് കൂടിയവരും, ബ്രഹ്മാണം ഹന്തും ബ്രഹ്മാവിനെ കൊല്ലാൻ, ജനിത ഉദ്യമൗ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ആ തൗ മധുകൈഡഭൗ ആ രണ്ട് മധുകൈഡഭന്മാരെയും ആ ദേവി ദദൃശ്യേ കാണുകയും ചെയ്തു, കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ
ദേവിയുടെ മായയിൽ നിന്നും മുക്തനായ മഹാവിഷ്ണു ആ ഏകസമുദ്രത്തിൽ അനന്തശയനത്തിൽ നിന്നും എഴുന്നേറ്റപ്പോൾ വളരെ പരാക്രമശാലികളും ദുരാത്മാക്കളും കോപം കൊണ്ട് ചുവന്ന കണ്ണുകളോട് കൂടിയവരും ബ്രഹ്മാവിനെ വധിക്കുവാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരുമായ മധുകൈടഭന്മാരെ ആ മഹാവിഷ്ണു കണ്ടു എന്നാണ് പറയുന്നത്. സമുത്ഥായ തതഃ താഭ്യാം യുയുധേ ഭഗവാൻ ഹരിഹി പഞ്ചവർഷ സഹസ്രാണി ബാഹു പ്രഹരണോ വിഭുഹു. തതഃ പിന്നീട് ഭഗവാൻ ഹരിഹി വിഭുഹു ഭഗവാൻ, വിഭു എന്ന് വെച്ചാൽ വിശ്വം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഭഗവാൻ ഹരിഹി ശ്രീഹരി സമുത്ഥായ എഴുന്നേറ്റിട്ട് താഭ്യാം ആസുരന്മാരുമായി പഞ്ചവർഷ സഹസ്രാണി 5000 വർഷത്തോളം ബാഹുപ്രഹരണ ബാഹുയുദ്ധം യുയുധേ എന്ന് വെച്ചാൽ ആ ബാഹുയുദ്ധത്തെ ചെയ്തു എന്നാണ്. അതായത് ഭഗവാന്റെ കയ്യിൽ ആയുധമല്ല, ഭഗവാന്റെ കൈ തന്നെയാണ് ആയുധം. അപ്പൊ കൈ കൊണ്ടാണ്, മറ്റായുധം കൊണ്ടല്ല, കൈ കൊണ്ടാണ് ഭഗവാൻ 5000 വർഷത്തോളം അത്രയും കാലം വേണ്ടി വന്നു എന്ന്. അതായത് മധുകൈടഭന്മാരും അതിശക്തന്മാരായിരുന്നു. അപ്പൊ അത്രയും വർഷങ്ങൾ വേണ്ടി വന്നു ഭഗവാൻ അത്രയും വർഷത്തോളം അവരോട് ബാഹുയുദ്ധം ചെയ്തു. തൗ അഭി അതിബലോന്മത്തൗ താവഭ്യതിബലോന്മത്തൗ മഹാമായ വിമോഹിതൗ ഉക്തവന്തൗ വരഹ അസ്മത്തഃ വ്രിയതാം ഇതി കേശവം. അതിബലോന്മത്തൗ അതിസാമർത്ഥ്യം കൊണ്ട് ഉന്മത്തരായ തൗ അഭി ആ അസുരന്മാർ മധുകൈടഭന്മാർ മഹാമായ വിമോഹിതൗ മഹാമായയാൽ മോഹിതരായിട്ട് അസ്മത്തഹ ഞങ്ങളിൽ നിന്ന് വരഹ വ്രിയതാം വരം ചോദിച്ചു കൊള്ളുവാൻ ഇതി കേശവം ഇപ്രകാരം ആ ഭഗവാനോട് മഹാവിഷ്ണുവിനോട് ഉക്തവന്തൗ എന്ന് വെച്ചാൽ പറഞ്ഞു എന്ന്. അപ്പോൾ മഹാമായയാൽ മോഹിപ്പിക്കപ്പെട്ടവരായി ഇവിടെ മധുവും കൈടഭനും എന്ന 2 അസുരന്മാരും 5000 വർഷത്തോളം യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ അവർക്ക് തോന്നി അവരെ പരാജയപ്പെടുത്താൻ സാക്ഷാൽ മഹാവിഷ്ണുവിന് പോലും സാധിക്കില്ല എന്ന്. അപ്പോൾ ഭഗവാൻ അവരെ വധിക്കാൻ സാധിക്കാഞ്ഞിട്ടല്ല, 5000 വർഷക്കാലം ഇങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ ശത്രുവിന്റെ ഉള്ളിൽ എന്നെ തോൽപ്പിക്കാൻ ഇനി ആർക്കും സാധിക്കില്ല എന്ന അഹങ്കാരം അങ്ങ് വർദ്ധിച്ചു വരാൻ വേണ്ടി തന്നെയാണ്. അഹങ്കാരം എന്ന് വെച്ചാൽ മായയാണ്. ആ മായയിൽ അവർ പെട്ടുപോവാൻ തന്നെയാണ് ഈ ഒരു 5000 വർഷത്തോളമുള്ള ആ യുദ്ധത്തെ ഭഗവാൻ അങ്ങ് നീട്ടിപ്പിടിച്ചത്. അങ്ങനെ ഇത്രയും കാലം യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ മഹാവിഷ്ണുവിനും ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് ഒരു അതിസാമർത്ഥ്യം, ഒരു അഹങ്കാരം ഈ 2 അസുരന്മാരുടെ ഉള്ളിലും തോന്നി. ആ അഹങ്കാരത്താൽ അവിടെയാണ് മായയുടെ വൈഭവം വരുന്നത്. അതാണ് മായയാൽ മോഹിതരായി എന്ന് പറയുന്നത്. അപ്പൊ തങ്ങളെ തോൽപ്പിക്കാൻ മഹാവിഷ്ണുവിന് പോലും പറ്റില്ല എന്ന് തോന്നിയ അഹങ്കാരത്തിന്റെ ഉന്മത്താവസ്ഥയിലെത്തിയ ഈ 2 അസുരന്മാരും ആ മായാശക്തിയാൽ അവരങ്ങനെ അഹങ്കരിച്ച് നിന്നിട്ട് ഭഗവാനോട് അവർ ചോദിക്കുകയാണ്, ഞങ്ങളെ കൊല്ലുവാൻ അല്ലെങ്കിൽ ഞങ്ങളെ പരാജയപ്പെടുത്തുവാൻ നിനക്കാവില്ല, അപ്പോൾ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും വരത്തെ ചോദിച്ചുകൊള്ളൂ എന്ന് ഭഗവാനോട് ഈ അസുരന്മാർ പറയുന്നു. മധുകൈടഭന്മാരുടെ വരം ചോദിച്ചുകൊള്ളൂ എന്ന ആ വാക്കു കേട്ടിട്ട് ഭഗവാൻ മറുപടി പറയുകയാണ്. ശ്രീ ഭഗവാനുവാച ഭവേദാം അദ്യ മേ തുഷ്ടൗ മമ വദ്യൗ ഉഭൗ അഭി മമ വദ്യൗ ഉഭൗ അഭി കിം അന്യേന വരേണ അത്ര ഏതാവത് ഹി വൃതം മയാ. അതായത് ഇവിടെ ഭഗവാൻ പറയുകയാണ്, ഉഭൗ അഭി നിങ്ങൾ 2 പേരും അദ്യ ഇപ്പോൾ എനിക്ക് വരം തരാം എന്ന് പറഞ്ഞല്ലോ, എന്തു വേണമെങ്കിലും ചോദിച്ചോളാം പറഞ്ഞല്ലോ. അദ്യ ഇപ്പോൾ ഉഭൗ അഭി നിങ്ങൾ 2 പേരും മേ തുഷ്ടോ എന്നിൽ സംതൃപ്തരാണ്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ വരം ചോദിച്ചോളൂ തരാം എന്ന് പറഞ്ഞത്, നിങ്ങൾ എന്നിൽ സന്തുഷ്ടരായതുകൊണ്ടാണ്. അപ്പൊ മേ തുഷ്ടോ നിങ്ങൾ 2 പേരും ഇപ്പോൾ എന്നിൽ സന്തുഷ്ടരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കാൻ പോകുന്ന വരം മമ എനിക്ക് വദ്യൗ ഭവേദാം നിങ്ങൾ 2 പേരെയും എനിക്ക് വധിക്കാൻ സാധിക്കണം, എന്നാൽ കൊല്ലപ്പെടണം നിങ്ങൾ 2 പേരും.
അത്ര ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കിം അന്യേന വരേണ മറ്റെന്തു വരമാണ് ഞാൻ ചോദിക്കേണ്ടത്? മയാ എന്നാൽ ഏതാവത് ഹി വ്രതം, അതായത് എനിക്ക് ഇത് മാത്രമേ വരമായിട്ട് വേണ്ടൂ, ഇനി മറ്റൊന്നും കിട്ടിയിട്ട് എനിക്ക് പ്രയോജനമില്ല. ഇപ്പോൾ യുദ്ധം നടക്കുന്ന ഈ സാഹചര്യത്തിൽ എനിക്ക് നിങ്ങൾ രണ്ടുപേരെയും കൊല്ലാൻ പറ്റണം, എന്നാൽ നിങ്ങൾ രണ്ടുപേരും വധിക്കപ്പെടണം, ഇതാണ് എനിക്ക് വരമായി വേണ്ടത്. മറ്റൊന്നും വരമായി കിട്ടിയിട്ട് എനിക്ക് ഇപ്പോൾ പ്രയോജനമില്ല. ഭഗവാൻ എത്ര ബുദ്ധിയോടുകൂടിയാണ് ആ വരം ചോദിച്ചത് എന്ന് നോക്കൂ. ഋഷിരുവാച, സുമേധസ് മഹർഷി സുരത മഹാരാജാവിനോടും വൈശ്യനോടും തുടർന്ന് പറയുകയാണ്. വഞ്ചിതാഭ്യാം ഇതി തഥാ സർവം ആപോമയം ജഗത് വിലോക്യ താഭ്യാം ഗദിതഃ ഭഗവാൻ കമലേക്ഷണഃ ആവാം ജഹി ന യത്ര ഉർവീ സലിലേന പരിപ്ലുത. അതായത് തഥാ ആ സമയത്ത് മഹാവിഷ്ണു വരം ചോദിച്ചു, അവരെ വധിക്കാൻ സാധിക്കണമെന്ന വരം ചോദിച്ചു. അപ്പോൾ വഞ്ചിതാഭ്യാം ഇബി, ഇപ്രകാരം അവർ വഞ്ചിക്കപ്പെട്ടു എന്നവർക്ക്, അവർ ചതി പറ്റി എന്നവർക്ക് മനസ്സിലായി. വരം കൊടുക്കാമെന്ന് വാക്കു പറഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്തിരിയാൻ പറ്റില്ല. മഹാവിഷ്ണു ആണെങ്കിൽ തന്നാൽ അവർ വധിക്കപ്പെടണമെന്ന് വരവും ചോദിച്ചു. അപ്പോൾ ഇനി അതിൽ നിന്ന് പിന്തിരിയാൻ ഇനി പറ്റില്ല. അപ്പം ചതി പറ്റി എന്നവർക്ക് മനസ്സിലായപ്പോൾ അവരൊരു സൂത്രം പ്രയോഗിച്ചു. സർവം ആപോമയം ജഗത്ത്, ഈ ജഗത്ത് മുഴുവനും വെള്ളത്തിൽ, ആപോമയം എന്ന് വെച്ചാൽ വെള്ളത്തിൽ ആഴ്ന്നിരിക്കുന്നത് വിലോക്യ കണ്ടിട്ട്, താഭ്യാം ഗതിതഃ ആ രണ്ടസുരന്മാരും ഭഗവാനോട് പറഞ്ഞു. ഭഗവാൻ കമലേക്ഷണഃ, ഭഗവാൻ മഹാവിഷ്ണുവിനോട് പറഞ്ഞു. മഹാവിഷ്ണു യത്ര എവിടെയാണോ ഉർവി ഈ ഭൂമിയിൽ സലിലേന പരിപ്ലുത, അതായത് ഈ ഭൂമിയിൽ വെള്ളമില്ലാത്ത സ്ഥലത്തു വെച്ച് ആവാം ജഹി ഞങ്ങളെ കൊന്നുകൊള്ളൂ എന്ന് അവർ ഭഗവാനോട് ഗതിദഹ എന്ന് വെച്ചാൽ പറഞ്ഞു. കാരണം ഭൂമി മുഴുവനും ഇപ്പോ ഭഗവാന്റെ ഉദരത്തിൽ അങ്ങനെ ലയിച്ച് ഏക സമുദ്രമായി കിടക്കുകയായിരുന്നല്ലോ. അപ്പോൾ എല്ലാം വെള്ളമില്ലാത്തൊരു സ്ഥലം ഭൂമിയിൽ ഇല്ല. അപ്പൊ വെള്ളമില്ലാത്ത ഒരു സ്ഥലമില്ലാത്തത് കൊണ്ട് ഞങ്ങളെ മഹാവിഷ്ണുവിന് വധിക്കാൻ പറ്റില്ല എന്നാണ് അവർ വിചാരിച്ചത്. അതാണ് വെള്ളമില്ലാത്ത സ്ഥലത്ത് വെച്ച് ഞങ്ങളെ വധിച്ചുകൊള്ളാൻ മഹാവിഷ്ണുവിനോട് അവർ പറഞ്ഞു. ഋഷിരുവാച, സുമേധസ് മഹർഷി പറയുകയാണ്. തഥാ ഇതി ഉക്ത്വാ ഭഗവതാ ശംഖചക്രഗദാഭൃത കൃത്വാ ചക്രേണ വൈചിന്യേ ജഘനേ ശിരസി തയോഹോ. സുമേധസ് മഹർഷി സുരത മഹാരാജാവിനും വൈശ്യനും പറഞ്ഞു കൊടുക്കുകയാണ്. തഥാ ഇതി ഉക്ത്വാ, ശരി അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവത ശംഖചക്രഗദാഭൃത, ശംഖചക്രഗദാധാരിയായ ആ ഭഗവാൻ മഹാവിഷ്ണു ജഗനെ തൻ്റെ ജഗനപ്രദേശത്ത് വെച്ച് മധുകൈടഭന്മാരുടെ ശിരസി തയോഹോ ശിരസി അവരുടെ രണ്ടുപേരുടെയും ശിരസിനെ കൃത്വാ ചക്രേണ വൈചിന്നെ തൻ്റെ സുദർശന ചക്രത്താൽ ഛേദിച്ചു കളഞ്ഞു എന്ന്. പ്രളയകാലത്ത് പോലും ജലം മഹാവിഷ്ണുവിന്റെ അരയ്ക്ക് താഴെയെ കാണുകയുള്ളൂ. അതുകൊണ്ട് വിഷ്ണുവിന്റെ ജഗനം എന്ന് വെച്ചാൽ അരക്കെട്ടിന്റെ മുൻഭാഗം ജലാവൃതമായിരുന്നില്ല. അവിടേക്ക് അങ്ങോട്ട് എടുത്തു വെച്ച് ഈ രണ്ട് അസുരന്മാരെയും ഭഗവാൻ തൻ്റെ അരക്കെട്ടിന്റെ മുൻഭാഗത്തേക്ക് അങ്ങോട്ട് എടുത്തു വെച്ച് ആ സുദർശന ചക്രം കൊണ്ട് ആ രണ്ട് അസുരന്മാരുടെയും ശിരസിനെ അങ്ങ് ഛേദിച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ മായാ ശക്തി എന്താണെന്ന് അസുരന്മാർക്കറിയില്ലായിരുന്നു. ജലമില്ലാത്തിടത്ത് വെച്ച് വിഷ്ണുവിനെ വധിക്കാൻ പറ്റില്ല എന്നാണ് അവര് കരുതിയത്. പക്ഷേ ജലം പോലും ഭഗവാന്റെ അരക്കെട്ടിന് താഴെ ഉള്ളൂ എന്ന് അവര് ചിന്തിച്ചിരുന്നില്ല. അങ്ങനെ മഹാവിഷ്ണുവിന്റെ കൈകളാൽ മധുകൈടഭന്മാരെന്ന രണ്ട് അസുരന്മാരും ഇവിടെ വധിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. വധിച്ചത് മഹാവിഷ്ണു ആണെങ്കിലും അതിനുള്ള ശക്തി നൽകിയത്, അദ്ദേഹത്തെ യോഗനിദ്രയിൽ നിന്നും ഉണർത്തിയത്, അദ്ദേഹത്തിന്റെ മനസ്സിൽ മധുകൈടഭന്മാരെ വധിക്കണമെന്ന് തോന്നിപ്പിച്ചത്, അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ അത് തീരുമാനിപ്പിച്ചത് എല്ലാം ആ മഹാമായയായ പ്രകൃതി എന്ന ശക്തിയായിരുന്നു. അതാണ് ഈ സംഭവത്തിന് ഈ ഒരു ചലനം
എല്ലാ കർമ്മങ്ങളും ചലനങ്ങളാണല്ലോ. ഈ കർമ്മത്തിനും ഈ ഒരു ചലനത്തിനും കാരണമായത്. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ദേവന്മാരുടെ കാര്യസിദ്ധിക്കായി, രക്ഷയ്ക്കായി ദേവി എന്നും നിത്യയായിരിക്കുന്ന ദേവി ദേവന്മാരുടെ കാര്യത്തിനായിട്ട്, അവരുടെ സംരക്ഷണത്തിനായിട്ട് ഒരു ശരീരത്തെ എടുത്ത് ആവിർഭവിക്കും എന്ന് പറഞ്ഞതിന് ഉദാഹരണമായിട്ടുള്ള ആദ്യത്തെ കഥയായിരുന്നു, ദേവീ ചരിതമായിരുന്നു മധുകൈടഭന്മാരുടെ വധം. ഏവം ഏഷാ സമുത്പന്ന ബ്രഹ്മണാ സംസ്തുതാ സ്വയം പ്രഭാവം അസ്യ ദേവ്യാഃ തു ഭൂയഃ ശൃണു വദാമി തേ. സുമേധസ് മഹർഷി പറയാണ്, ഏവം ഇപ്രകാരം ഏഷ ആ ദേവി ബ്രഹ്മണ സംസ്തുത സ്വയം ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ടവളായാണ് സമുത്പന്ന ആ ദേവി ബ്രഹ്മാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷയായത്. അസ്യ ദേവ്യ പ്രഭാവഃ ആ ദേവിയുടെ പ്രഭാവങ്ങൾ ഭൂയഃ വീണ്ടും തേ നിങ്ങൾക്കായിട്ട് വദാമി ഞാൻ പറഞ്ഞു തരാം ശൃണു കേട്ടുകൊള്ളുക എന്ന്. അപ്പോൾ സുമേധസ് മഹർഷി പറയാണ്, ദേവി ഈ ഒരു രൂപത്തിൽ മാത്രമല്ല ആവിർഭവിച്ചത്, പല പല രൂപത്തിൽ ദേവന്മാരുടെ കാര്യങ്ങൾക്കായിട്ട് ദേവി അവതരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ബ്രഹ്മാവിനാൽ പ്രാർത്ഥിക്കപ്പെട്ടിട്ട്, അതായത് ഒരു രക്ഷയും ഇല്ലാതെ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പൂർണ്ണമായും തിരിച്ചറിഞ്ഞ് ആ ദേവിയുടെ പാദങ്ങളിൽ പൂർണ്ണ ശരണാഗതി അടഞ്ഞുകൊണ്ടുള്ള ബ്രഹ്മാവിൻ്റെ ആ പ്രാർത്ഥനയിൽ സംപ്രീതയായി ദേവി ബ്രഹ്മാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ദേവിയുടെ പ്രഭാവങ്ങൾ ഇനിയും ഒരുപാടുണ്ട്, അവയെല്ലാം ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ കേട്ടുകൊള്ളുക എന്ന് സുമേധസ് മഹർഷി സുരഥ മഹാരാജാവിനോടും വൈശ്യനോടും പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇവിടെ പ്രഥമചരിതം അവസാനിക്കുന്നു. ഐം ഓം ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മാഹാത്മ്യേ പ്രഥമഃ.